ഇതുവരെ നല്ലപോലെ മുടി കൊഴിച്ചിലുണ്ട്, അല്ലെങ്കിൽ മുടി ഒട്ടും വളരുന്നില്ല, ഭയങ്കര തിക്ക് കുറവാണ്, അല്ലെങ്കിൽ വോളിയം കുറവാണെന്ന പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കോ. അടിപൊളിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടോണിൽ വരെ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. വാക്സിങ്ങും ഷേവിംഗ് ഒക്കെ പേടിയുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ പ്രൊഡക്റ്റ് അടിപൊളിയായിട്ട് വർക്കാവുന്നതാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ബ്യൂട്ടി ഇൻ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. ഒരു മാസം ഗ്യാപ്പ് എടുക്കേണ്ടി വന്നിട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ലോങ് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേഴ്സണൽ റീസൺസ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് പറഞ്ഞുതരാം. 2025 എൻഡ് ചെയ്യാൻ പോകണല്ലേ. അപ്പോൾ 2025 എൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇതിൽ ഈ ഒരു ഇയർ മൊത്തം എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള, ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത കുറച്ചധികം നല്ല പ്രോഡക്ട്സ് ഉണ്ട്. അതായത് ഇതിൽ ഏതാണ് ടോപ്പ് 1 ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യമായിട്ട് അറിയില്ല. അത്രമാത്രം അടിപൊളി കുറേ പ്രോഡക്ട്സ് ഇത്തവണ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ മിസ്സാക്കാൻ പറ്റാത്ത അത്രയും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് പരിചയപ്പെടുത്തരാമെന്ന് വിചാരിച്ചു. ടോപ്പ് 10 ആണ് ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അത് വളരെ കഷ്ടപ്പെട്ട് ചൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ, കാരണം അതുപോലെ അത്രയും നല്ലതാണ് ഓരോ പ്രോഡക്റ്റും. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാല്ലേ. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ടോപ്പ് 10 പ്രോഡക്ട്സ്, അതിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്കിൻ കെയർ, ബോഡി കെയർ ആൻഡ് ഹെയർ കെയർ ആണ് കേട്ടോ. അതിൽ തന്നെ 2-3 പ്രോഡക്റ്റ് ഓരോന്നിലും വരുന്നുണ്ടാവും. സോ മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും തന്നെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയിട്ട് പോകും വീഡിയോ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ കെയറിന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നു. കാരണം ഈ 2025 എൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ ഇതായിരുന്നു, എങ്ങനെയെങ്കിലും ഈ മുടി ഒന്ന് വളർത്തിയെടുക്കണം എന്നുള്ളതായിരുന്നു കേട്ടോ. അതായത് തിക്നെസ് ഉണ്ടായിരുന്നില്ല എൻ്റെ ഹെയറിൽ. അപ്പോൾ തിക്നെസ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫൈനലി അങ്ങനെ കുറച്ച് 2-3 സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഹെയർ ലെങ്ത്, എനിക്കറിയാം ലെങ്ത് എന്തായാലും കൂടുന്നുള്ളത്, പക്ഷെ ആ ഒരു തിക്നെസ്, വോളിയം എന്ന് പറയുന്നത് കൂടാൻ സഹായിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ഹെയറിന്റെ ടെക്സ്ചർ മാറ്റാൻ സഹായിച്ചിട്ടുള്ള കുറച്ചധികം നല്ല പ്രോഡക്റ്റ് കാണിച്ചു തരാം. കുറച്ച് അധികം ഒന്നുമില്ല, ഒരു 2-3 പ്രോഡക്റ്റ് ആദ്യം തന്നെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുള്ള ഹെയർ കെയറിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത 2 പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, 2 പ്രോഡക്റ്റ് അല്ല, ഒരൊറ്റ പ്രോഡക്റ്റ് ഹെയർ സെറമാണ്. നിങ്ങൾക്ക് ഇതുവരെ നല്ലപോലെ മുടി കൊഴിച്ചിലുണ്ട്, അല്ലെങ്കിൽ മുടി ഒട്ടും വളരുന്നില്ല, മുടിയിൽ ഭയങ്കര തിക്ക് കുറവാണ്, അല്ലെങ്കിൽ വോളിയം കുറവാണെന്ന പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഈ പ്രോഡക്റ്റ് വാങ്ങിക്കോ. അടിപൊളിയാണ്. ആർക്ക് വേണമെങ്കിലും, ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും, അതായത് ഒരു 12+ ആയിട്ടുള്ള ഏജ് ഉള്ള ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സൂപ്പർ ഡൂപ്പറായിട്ട് വർക്ക് ചെയ്യും. നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെങ്കിലും, സ്കാൽപ്പ് എങ്ങനെയാണെങ്കിലും, ഓയിലി സ്കാൽപ്പ് ആണെങ്കിലും ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിലും സെറ്റാണ്. അത്രയും സൂപ്പറാണ് ഈ പ്രോഡക്റ്റ് എല്ലാം തന്നെ. ഒന്ന് പിൽഗ്രിമിൻ്റെയും ഒന്ന് വിഷ് കെയറിൻ്റെ ആണ് കേട്ടോ. പിൽഗ്രിമിൻ്റെ ഞാൻ ഇത് 3-4 ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2 ബോട്ടിൽ കാണാനില്ല, ബാക്കി 2 എന്താ തപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് വിഷ് കെയറിൻ്റെ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, 3ാമത്തെ ബോട്ടിൽ. അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ആയിട്ടുള്ള 2 ഹെയർ സിറംസ് ആണ് കേട്ടോ. ബാക്കി കുറേ എണ്ണം ഹെയർ സിറംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും സൂപ്പർ ഡൂപ്പർ ആയിട്ട് എനിക്ക് വർക്ക് ആവും, അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഒരു 12+ ഒക്കെ ഏജ് വരുന്ന ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ്. സൂപ്പർ എഫക്റ്റീവ് ആണ് കേട്ടോ. പിന്നെ ഹെയർ കെയറിൽ എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടാന്ന് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇത് പിൽഗ്രിമിന്റെ പട്ടു ആൻഡ് കെരാറ്റിൻ ഹെയർ മാസ്ക് ആണ്. ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസ്, നമ്മുടെ ഹെയർ എത്ര ഫ്രിസി ആണെങ്കിലും, എത്ര ഡാമേജ് ആയിട്ട് കിടക്കുകയാണെങ്കിലും നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ഈ പണ്ടൊരു മാസ്ക് ഉണ്ടായിരുന്നില്ലേ, മുട്ടയും ബനാനയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കെരാറ്റിൻ മാസ്ക്, അതേ എഫക്റ്റ് തരുന്നുണ്ട് ഈ പ്രൊഡക്റ്റും. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു വെഡിങ് ഫംഗ്ഷൻ ഉണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട്, അതിന് 2-3 ദിവസം മുന്നേ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. സൂപ്പറാണ് കേട്ടോ. വെഡിങ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാലും നിങ്ങളുടെ ഹെയർ സെറ്റായിട്ട് മെയിൻറ്റെയിൻ ആയിട്ട് ഇരുന്നോളും. എൻ്റെ ഹെയർ എപ്പോഴും ഫ്രിസിയാണ്, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ട് ഇരിക്കാറുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ ഷാമ്പു യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ സൂപ്പറായിട്ട് നമ്മുടെ ഹെയർ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഫ്രീ ഹെയർ ഇടുകയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ചിക്ക് പിടിക്കുക, അല്ലെങ്കിൽ ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. ഭയങ്കര ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഫ്രീ ഹെയർ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ മുടി പൊട്ടി പോവും, സ്പ്ലിറ്റൻസ് വരും, അല്ലെങ്കിൽ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. പക്ഷേ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ്. ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്താൽ മാത്രം മതി. വേറെ ഏത് കണ്ടീഷണറോ വേറെ ഏത് മാസ്കോ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് മാത്രം മതി നിങ്ങളുടെ ഈ ഒരു പ്രശ്നം ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട്. സോ ഇതും യൂസ് ആവുന്ന ഒരു ഐറ്റം ആയിട്ട് തോന്നി, അതാണ് ടോപ്പ് ലിസ്റ്റിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹെയർ കെയറിൽ പറഞ്ഞ പോലെ സ്കിൻ കെയറിലും ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഫേസ് വാഷ് പറയുകയാണെങ്കിൽ മോയ്സ്ചറൈസർ, അങ്ങനെ ലിസ്റ്റ് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ നമുക്ക് അത്രയും വലിയ ലിസ്റ്റ് ഒന്നും വേണ്ട. ഏറ്റവും ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി നിങ്ങളുടെ സ്കിൻ കെയർ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കാനായിട്ട്. സ്കിന്നിന്റെ ടെക്സ്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ക്ലിയർ ഔട്ട് ആക്കുന്ന കുറച്ച് അടിപൊളി പ്രോഡക്റ്റ് കാണിച്ചു. കുറച്ച് 2-3 എണ്ണം. ഓക്കെ,
ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം ആണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും സജസ്റ്റ് ചെയ്തിട്ട് ഒട്ടും പ്രതീക്ഷയില്ലാതെ വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ആണ് പ്ലമ്മിന്റെ ഈ റൈസ് വാട്ടർ ആൻഡ് നൈസിരിമൈഡ് ടോണർ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് വർക്കായിടാം. അതായത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഗ്ലോ ആവാൻ തുടങ്ങും. ഓപ്പൺ പോഴ്സിന്റെ പ്രശ്നമുണ്ട്. അതായത് നമുക്ക് സ്കിന്നിന്റെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടി കുട്ടി ഹോൾസ് പോലെ ഓപ്പൺ പോഴ്സ് ഉണ്ടാവാറുണ്ട്. സോ അങ്ങനത്തെ പോഴ്സിന്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. സൂപ്പർ ആയിട്ട് വർക്കാവും. ഈ ഓപ്പൺ പോഴ്സ് വരുന്ന സമയത്ത് അതിൽ ഈ ഓയിലൊക്കെ അങ്ങനെ അടഞ്ഞിട്ട് അല്ലെങ്കിൽ ഓയിലും മറ്റ് പ്രോഡക്ട്സ് ഒക്കെ അടഞ്ഞിട്ട് നമുക്ക് പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എൻ്റെ സെൻസിറ്റീവ് ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ടും ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് ഒക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ടും എൻ്റെ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു ഗ്ലോ ആൻഡ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ സ്കിന്നിൽ വാരി വലിച്ചിടുന്നുണ്ട്, മേക്കപ്പ് ഒരുപാട് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഓപ്പൺ പോഴ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, സ്കിന്നിൽ നല്ല രീതിയിൽ ഗ്ലോ ഉണ്ടാവണം, അല്ലെങ്കിൽ നൈസിരിമൈഡ് സ്കിന്നിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫോക്സ്റ്റീലിന്റെ ഈ ഒരു പർപ്പിൾ കളർ മാസ്ക് ആണ്. ഒരു ടൈമിൽ വൻ വൈറലായിട്ട് എല്ലാ ആൾക്കാരും യൂസ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. പക്ഷെ എനിക്കിത് വർക്കായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് ഇവര് പോർ ക്ലെൻസ് ചെയ്യുന്ന മാസ്ക് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത്രയും സൂപ്പർ ആയിട്ട് എഫക്റ്റീവായി തോന്നിയിട്ടോ. അത് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് ഒക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഇപ്പൊ എപ്പോഴും പുറത്തൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കിൻ ടൈപ്പ് ഭയങ്കര പെട്ടെന്ന് ടാൻ ആവുന്ന ടൈപ്പ് ഓഫ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളൊന്ന് പുറത്തൊക്കെ പോയി ഭയങ്കര ടാൻ ആയിട്ട് വന്നിരിക്കുക, വീക്ക്ലി ഫുൾ ആ ഒരു വീക്ക് ഫുൾ ടയേർഡ് ആയിട്ട് വന്നിട്ടുള്ള വീക്കാണെങ്കിൽ ഒരു സൺഡേ കിട്ടുമല്ലോ, ആ ടൈമിൽ ഇത് ട്രൈ ചെയ്തേക്കാം. സ്കിന്നിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടോണിൽ വരെ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ അത്രയും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. ടാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പെട്ടെന്നൊരു ക്ലീനപ്പ് ഒക്കെ ആവശ്യമുണ്ട്, നല്ലൊരു സലോണിലൊന്നും പോകാൻ വയ്യെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാം. ഫേസ് പാക്ക് എൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് മറ്റ് ഫേസ് പാക്ക് ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ ഇതും ഒരു നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. തേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റീസെന്റ് എനിക്കൊരു PR കിട്ടിയ ഐറ്റം ആണിത്. വനൂറ ഓർഗാനിക്സിന്റെ ഒരു സൺ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതും എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആദ്യം കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അൺഎക്സ്പെക്റ്റഡ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കുറച്ച് റേറ്റിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 3000 എബോവ് വരുന്നുണ്ട്. പക്ഷെ അടിപൊളിയായിട്ട് വർക്കാം. റേറ്റ് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നല്ല രീതിയിൽ ടാൻ ഒക്കെ ആവുന്നുണ്ട്, നല്ലൊരു സൺബ്ലോക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല കാര്യം. കാരണം നമ്മളൊരു സൺബ്ലോക്കോ അല്ലെങ്കിൽ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 2-3 മണിക്കൂർ കഴിയുമ്പോൾ എന്തായാലും പിന്നെ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ടാൻ ആവില്ലേ. പക്ഷേ ഈ ഒരു സൺബ്ലോക്ക് ജസ്റ്റ് വൺസ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. SPF 50 ആണ് വരുന്നത്. നല്ല ഗ്ലോ ഉണ്ട്. അതേപോലെ സ്കിന്ന് ഈ സൺബ്ലോക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്കിന്നിൽ ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട്. സ്കിന്നൊന്ന് ബ്രൈറ്റൻ അപ്പ് ആവുന്നുണ്ട്, ടാൻ നന്നായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഓൾ ഇൻ വൺ ഐറ്റം ആയിട്ട് തോന്നി. പ്രൈസ് റേഞ്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓക്കെ അല്ല, പക്ഷെ ബാക്കി ബെനിഫിറ്റ് നോക്കുമ്പോൾ പ്രൈസ് റേഞ്ച് നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അത്രമാത്രം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി. സോ നിങ്ങൾ പ്രൈസ് റേഞ്ചിന്റെ കാര്യത്തിൽ വലിയൊരു ടെൻസ്ഡ് ആവാത്ത ആൾക്കാരാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ, നന്നായിട്ട് വർക്ക് ആവുന്ന പ്രൊഡക്റ്റ് ആണ്. ആൻഡ് കുറച്ചുകൂടെ അഫോർഡബിൾ റേഞ്ചിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് .&Kയുടെ മാംഗോ ഡീറ്റൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ അത്രയും എഫക്റ്റീവ് ആയിരിക്കില്ല, പക്ഷെ ഒരു മിനി റേഞ്ച് വരുന്നുണ്ട്. അത് റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വൺ ടൈം യൂസിന്, അതായത് രാവിലെ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും, പിന്നീട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് സ്കിൻ കെയറിലാണോ ബോഡി കെയറിലാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് രണ്ടിനും മെഡിക്കൽ കൊണ്ടുവരാനുള്ള കാരണം. ഇത് വന്നിട്ട് കോട്ടക്കലിന്റെ നാൽപ്പാമരാതി തൈലമാണ്. ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ റീസെന്റ് ഭയങ്കര ട്രെൻഡിൽ പോയിട്ടുള്ള ഐറ്റം ആയിരുന്നു. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഓരോ ദിവസത്തെയും ചാലഞ്ച് ആയിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യേണ്ടവർ ജസ്റ്റ് പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കാവുന്നതാണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസം യൂസ് ചെയ്തിട്ട് എന്തൊക്കെ അപ്ഡേറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ ഫോളോ ചെയ്തിട്ട് ഉള്ള വീഡിയോസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഹൈപ്പർ പിഗ്മെന്റേഷന് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ആൻഡ് ബോഡി കെയറിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ബോഡി ഓയിലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതെനിക്ക് അത്രയും ഇഷ്ടപ്പെടാൻ കാരണം ടാൻ കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ബോഡിയിലാണെങ്കിലും ഫേസിലാണെങ്കിലും ടാൻ നല്ലപോലെ കുറയ്ക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിൻ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് സോഫ്റ്റ് ആക്കി ഒരു ഗ്ലോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിൻ കെയറിനും ഹെയർ കെയറിനും ശേഷം അടുത്തൊരു ഐറ്റം പറയുന്നത് ബോഡി കെയർ ഐറ്റംസ് ആണ് കേട്ടോ. ഇത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ 2025 മുതലൊക്കെയാണ് ഈ ബോഡി കെയർ പ്രോഡക്ട്സ് പരിചയപ്പെടുത്തരാൻ കാരണം ഞാൻ കൂടുതലായിട്ട് ബോഡി കെയർ ഒന്നും ഫോക്കസ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ എനിക്ക് റാൻഡം ആയിട്ട് ചൂസ് ചെയ്ത് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് നല്ല പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു കേട്ടോ. നിങ്ങൾ ഏത് ബോഡി കെയർ ഐറ്റംസ് യൂസ് ചെയ്തില്ലെങ്കിലും ഇത് മൂന്നെണ്ണം നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ആവുന്നതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണിത്. ഓക്കെ,
ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വിഷ് കെയറിന്റെ ഈ ഒരു അണ്ടർആം റോൾ ഓൺ ആണ് കേട്ടോ. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു കുഞ്ഞു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ ഒരു റോൾ ഓണിന്റെ സ്മെല്ല് കൂടുതൽ നേരത്തേക്ക് നിൽക്കുന്നില്ല എന്നുള്ളത്. ആദ്യം യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഇപ്പോഴും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡിഫറൻസ് കാണാം. പിഗ്മെന്റേഷൻ നല്ലപോലെ കുറയുന്നുണ്ട് ആൻഡ് ഈ ഒരു സ്മെല്ല് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നൈറ്റ് ഒക്കെ ഇത് യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ആ സ്മെല്ല് നിൽക്കുന്നുണ്ട്. നിങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുമ്പോഴെങ്കിലും ഈ സ്മെല്ല് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ചെറുതായിട്ടെങ്കിലും. അല്ലാതെ ഫുള്ളി ആ ഒരു സ്മെൽ, ഈ ഒരു റോൾ ഓണിന്റെ സ്മെൽ പോകുന്നില്ല. ആൻഡ് ഈ സ്മെല്ല് പതിയെ എനിക്ക് ഇഷ്ടപ്പെട്ട് വരാനും തുടങ്ങി. പിഗ്മെന്റേഷന്റെ കാര്യത്തിൽ നല്ലപോലെ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോൾ ഓണിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത്. അടുത്ത പ്രൊഡക്റ്റ് വാസ്ലിന്റെ ഈ ഒരു ഗ്ലൂട്ടാ ഹൈ ആണ്. ഇതും ട്രെൻഡിങ്ങിൽ പോയൊരു ഐറ്റം ആണ്. അങ്ങനെ ട്രെൻഡ് കണ്ടിട്ട് ഞാനും വാങ്ങിയുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷെ ഇതെനിക്ക് സ്കിൻ കെയർ, ഞാൻ ഫേസിൽ യൂസ് ചെയ്തിട്ടാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫേസിലും ബോഡിയിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേസിലും ബോഡിയിലും ഒരേപോലെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, ബോഡിയിൽ യൂസ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷെ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ നല്ലതാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് യൂസ് ചെയ്തപ്പോൾ സത്യമായിട്ടും എനിക്കത് എഫക്റ്റീവായിട്ട് തോന്നി. അത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അതും ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു 7 ഡേ ചാലഞ്ച് മറ്റുമായിട്ട് ഓരോ ദിവസം നമുക്ക് അതിന്റെ ഡിഫറൻസ് കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ബോഡിയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ബെറ്റർ ഓപ്ഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു നോർമൽ സ്കിൻ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു ഓയിലി കോമ്പിനേഷൻ ബോഡി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. തേർഡ് പ്രോഡക്റ്റ് പറയുന്നത് ഈ ഒരു ഐറ്റം ആണ്. ഈ ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനത്തെയൊക്കെ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായെന്നെ എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇത് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇത് വന്നിട്ട് സമീക്ഷ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഹെയർ റിമൂവൽ സ്പ്രേ ആണ്. എനിക്കിതിൽ ആകെ നെഗറ്റീവ് തോന്നിയിട്ടുള്ള സാധനം വെച്ചാൽ ഇതിന്റെ സ്മെല്ലാണ്. ഒരുമാതിരി പെപ്പർമിന്റിന്റെ സ്മെല്ലാണ് ഇതിന്. അപ്പൊ ആ സ്മെല്ല് മാത്രം എനിക്ക് പഴയ വീറ്റ് ക്രീമിന്റെ ഒക്കെ ഒരു സ്മെല്ല് ഉണ്ടല്ലോ, ഏകദേശം അതുപോലെ തന്നെയാണ്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എന്ത് നോക്കുകയാണെങ്കിലും സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. ഒരു 5 out of 5 കൊടുക്കാം ഈ പ്രൊഡക്റ്റിന്. വാക്സിങ്ങും ഷേവിംഗ് ഒക്കെ പേടിയുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ പ്രൊഡക്റ്റ് അടിപൊളിയായിട്ട് വർക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 10 പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ലോങ് ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും ഇഷ്ടപ്പെട്ടെന്നും വിചാരിക്കുന്നു. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും വർക്കാവുന്നതായിരിക്കും. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കുക കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.